കൊല്ലത്ത് 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി പ്രസവിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇത്തരം വാർത്തകൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 13 വയസ്സ് പ്രായം മാത്രമുള്ള തന്റെ അനിയനാണ് തന്നെ ഗർഭിണിയാക്കിയത് എന്നാണ് ഈ പെൺകുട്ടി പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഗർഭിണിയാകുന്ന കേസുകളിൽ മിക്കവാറും പ്രതിസ്ഥാനത്ത് വരുന്നത് ഒന്നുകിൽ കുട്ടിയുടെ കുടുംബക്കാരെങ്കിലും ആവും, ചിലപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ അല്ലെങ്കിൽ മൂത്ത സഹോദരൻ, അങ്ങനെ ആരെങ്കിലും. ഇനി പുറത്തു നിന്നാണെങ്കിൽ കുട്ടിക്ക് വല്ല കാമുകരും ഉണ്ടെങ്കിൽ അയാൾ ഉത്തരവാദിയാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇളയ സഹോദരൻ കാരണം ഗർഭിണിയാക്കപ്പെട്ടു, ആ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് തന്നെ പറയാം. മേ ബി മുമ്പ് നടന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് ന്യൂസ് ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കൊല്ലം സ്വദേശിയായ 16-കാരി കുഞ്ഞിന് ജന്മം നൽകി. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പിന്നെ ശരിക്കും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്ത് 16 വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള വാർത്തയാണ്. ജനുവരി 13-നാണ് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അറസ്റ്റുകയും ചെയ്തു. കുട്ടി ഈ 16-കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരന് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോലീസ് ഇടപെടുകയും 5 കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇതിൽ 3 കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. എന്തായാലും വലിയ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിനകത്ത് പുറത്തു വരുന്നത്. കൊല്ലം സ്വദേശിയായ 16-കാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, തമാശക്ക് തുടങ്ങിയ ബന്ധമായിരുന്നു എന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും കരുതിയില്ല എന്നും പെൺകുട്ടി പറഞ്ഞു. അത്ര അനിയനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് തമാശക്ക് തുടങ്ങാൻ പറ്റിയൊരു സംഭവം തന്നെയാണല്ലോ അല്ലെ? എന്താ ഞാൻ പറയാ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ഈ 2 കുട്ടികളെയും, അതായത് ഈ പ്രസവിച്ച പെൺകുട്ടിയെയും ഉത്തരവാദിയായ അനിയനെയും, ഈ 2 പേരെയും മാത്രമായി നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ കുട്ടികളാണ്, 2 പേർക്കും പ്രായപൂർത്തിയായിട്ടില്ല. തമാശക്കെന്നും പറഞ്ഞ് ചെയ്യുന്നതിന്റെ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പോലും അവർക്കറിയില്ല. മേ ബി 16 വയസ്സുകാരിക്ക് സെക്സിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധ്യതയുണ്ട്. 13 വയസ്സുകാരനും ചിലപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും അറിയുമായിരിക്കും. കാരണം ഇന്നത്തെ കാലാണല്ലോ. പക്ഷെ 2 പേർക്കാണെങ്കിലും സെക്സിനെ കുറിച്ചുള്ള അറിവിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രായമാണ്. കൂട്ടുകാരിൽ നിന്നും മറ്റുമൊക്കെയായി പകർന്നു കിട്ടിയ തെറ്റായ ഇൻഫർമേഷൻ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പ്രായമാണ്. എന്റെയൊക്കെ ആ പ്രായത്തിൽ ഒരാണ് പെണ്ണിന് ഉമ്മ വെച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്നൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല. കുട്ടികളൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. ഉമ്മ വെച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന കുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അല്ലെ? പിന്നെ ആരാണ് ഉത്തരവാദികൾ? മറ്റാരുമല്ല, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഒരു പരിധി വരെ അധ്യാപകരും പ്രതിസ്ഥാനത്ത് വരും. കുട്ടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ വീടും വിദ്യാലയവുമാണ്. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട്ടിലും സ്കൂളിലുമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്ന ഏത് തെറ്റിനും മാതാപിതാക്കളും പ്രതിസ്ഥാനത്ത് വരും. കാരണം കുട്ടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ നേരായ വഴിയിൽ നടത്തുക എന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണുള്ളത്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ തമാശക്ക് തുടങ്ങാൻ പറ്റിയൊരു സംഭവമല്ല ലൈംഗിക ബന്ധമെന്ന്. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ മുകളിൽ പറഞ്ഞ ആളുകൾക്കുണ്ട്. ഇവിടേക്കാണ് സെക്സ് എഡ്യൂക്കേഷന്റെ ഒക്കെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെക്സ് ചെയ്യുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണെന്ന് വിചാരിക്കുന്ന കുറെ വസന്തങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കുട്ടികളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സെക്സിനെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റുക, ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കുക. അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കുക. കൗമാരത്തിൽ സംഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ വളരെ
ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എത്രത്തോളം സ്ക്രീൻ ടൈം കൊടുക്കണം എന്നതിനെ കുറിച്ചും മാതാപിതാക്കൾക്ക് കൃത്യമായ കാഴ്ചപ്പാടും നിയന്ത്രണവും വേണം എന്നുള്ളതാണ്. മക്കൾ, പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള മക്കൾ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നത്, അതായത് പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്തും മൊബൈൽ കുത്തിരിക്കുകയാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ മൊബൈൽ ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. ഈ പോൺ സൈറ്റുകളിലെ ഫാന്റസി വീഡിയോകൾ കണ്ട് കുട്ടികൾ അതെല്ലാം അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിസ്റ്റർ ആൻഡ് ബ്രദർ, മോം ആൻഡ് സൺ തുടങ്ങിയ ഒരുപാട് കാറ്റഗറികൾ പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഈ 13ഉം 16ഉം വയസ്സുള്ള ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ചിരുന്ന് പോൺ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിലോ സിസ്റ്റർ ആൻഡ് ബ്രദർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് ഇവർ പോൺ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയതാണെങ്കിലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തെക്കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സംഭവം കൂടിയാണിത്. എന്തായാലും ഇനി നമുക്ക് ഈ വാർത്തയുടെ കീഴെ വന്ന 1-2 കമന്റ്സും കൂടി പരിശോധിച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ വിഷയവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത 1-2 കമന്റ്സ് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വായിച്ചു നോക്കാം. രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ കാര്യം തിരിച്ചറിയുക. ഇങ്ങനെയൊക്കെ വരുന്ന കാരണം ഉദ്ഘാടനം ചെയ്യുന്നവരുടെ വേഷവിധാനത്തിൽ പങ്കുണ്ട്. ആഹാ, ഔട്ട് ഓഫ് ദ വേൾഡ് കണ്ടുപിടുത്തം തന്നെ അത്. 16 വയസ്സുകാരി പ്രഗ്നന്റ് ആയതിന്റെ ഉത്തരവാദിത്വം കൂടിയേ ഇനി ഹണി റോസിന് തലയിലിടാനുള്ളൂ. ഇപ്പൊ പൂർണ്ണമായി. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തമാരെ ഇറങ്ങിക്കോളും. അടുത്ത കമന്റ് അയച്ചു നോക്കാം. ഈ വസ്ത്രധാരണം ഒരു നിയന്ത്രണം വരുത്തണം. ഫ്രഷേ എവിടെയെങ്കിലും ഒരു പീഡനം നടന്ന എല്ലാരും കൂടി ആദ്യം കുറ്റപ്പെടുത്തുന്നത് പെണ്ണിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. പീഡനം ചെയ്ത കുറ്റവാളിയെ പോലും രണ്ടാമത് കുറ്റപ്പെടുത്തുള്ളൂ. കാലങ്ങളായി കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഇവിടെ പക്ഷേ വസ്ത്രധാരണത്തിന് വിഷയമേ വരുന്നില്ല. 13ഉം 16ഉം വയസ്സുള്ള ആങ്ങളെയും പെങ്ങളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും വസ്ത്രധാരണവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് വന്നാലും ആദ്യം പെണ്ണിനെ വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തണം എന്ന നിയത്യം വെച്ച് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അവരാണെങ്കിൽ ഓരോ കമന്റുകളും കൊണ്ടുവരുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മായസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനൽ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണത്. അതിൽ പുള്ളിക്കാരി ഈ ടോപ്പിക്ക് നല്ല രീതിയിൽ എടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പുള്ളിക്കാരി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്കൊന്നും യോജിക്കാൻ പറ്റിയില്ല. നമ്മൾ എന്തായാലും പുള്ളിക്കാരി പറഞ്ഞ വീഡിയോയിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാളിലൊക്കെയാണ് അമ്മമാര് നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമ്മതിക്കില്ല. അച്ഛനും ആങ്ങളമാരും ഒക്കെ അവിടെ ഉണ്ട്. പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിവർന്ന് ചുമ്മാതെ അരപ്പാവാടയൊക്കെ അല്ലേ അന്ന് നമ്മൾ കൊടുക്കുക. അങ്ങനെ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ചുമ്മാ ഇങ്ങനെ ആങ്ങളമാര് സ്നേഹം കൊണ്ട് എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യും. 1-2 എടുത്ത് പൊക്കി കഴിയുമ്പോഴത്തേനാണ് അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ള രീതി പറയും. അതൊക്കെ വേറെ രീതിയാണ്. കാരണം ശരീരം തമ്മിൽ അധികം കണക്ഷൻ ആവണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറേ നിയന്ത്രണം. നമ്മൾ അന്നത്തെ കാലത്ത് അത് നോക്കുമ്പോൾ നമുക്കത് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ്. പക്ഷെ അതിനൊക്കെ ഒരു നല്ല വശം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പം ഈ പെൺകുട്ടികൾ കുഞ്ഞു പിള്ളേരാണെങ്കിലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതുങ്ങൾക്ക് നല്ലപോലെ വണ്ണവും നല്ല തുടുപ്പും ഒക്കെ ഉള്ള നല്ല കുഞ്ഞു മക്കളാണ്. അതുങ്ങളെയാണ് ഈ അമ്മമാർ ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടെ ഇരിക്കും. സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നുകയില്ല. പക്ഷേങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛൻ്റെ ആങ്ങളമാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല. പണ്ടൊന്നും അങ്ങനെ നടത്തിക്കില്ല. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, പെൺകുട്ടികൾ അച്ഛന്റെയും ആങ്ങളമാരുടെയും ഇടയിൽ കിടക്കാൻ പാടില്ല. ആങ്ങളെയുമായി അധികം തൊടാനും പിടിക്കാനൊന്നും പോകരുത്. എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത്? എവിടെയോ ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പെങ്ങള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ചേച്ചി എങ്ങോട്ടാണ് ജനറലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ആങ്ങള പെങ്ങൾ ബന്ധം അതല്ലെങ്കിൽ അച്ഛൻ മകൾ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാ, അത് ഭയങ്കര പവിത്രവും മനോഹരവുമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളും അല്ലെ. ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ലൈംഗികമായ രീതിയിൽ ഈ ബന്ധങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നുള്ളൂ. അങ്ങനെ വരുമ്പോ പിന്നെ ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? ഒരു സഹോദരൻ ഒരു സഹോദരിയെയോ അതല്ലെങ്കിൽ തിരിച്ചു വന്ന് തൊടുമ്പോഴേക്കും അവർക്ക് ലൈംഗിക ഉത്തേജകം ഉണ്ടാകുമെന്നുള്ളതാണോ? അതാണോ ചേച്ചി ഉദ്ദേശിച്ചത്? എല്ലാവരെയും ഒരേ കയറിൽ കെട്ടരുത് എന്ന് മാത്രമേ ചേച്ചിയോട് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ അപൂർവമായി നടക്കുന്ന സംഭവങ്ങൾ വെച്ച് ആങ്ങള പെങ്ങൾ അതല്ലെങ്കിൽ അച്ഛൻ മകൾ ബന്ധത്തെയൊക്കെ ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ. പിന്നെ ചേച്ചി പറഞ്ഞ മറ്റൊരു കാര്യം വസ്ത്രധാരണത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചതുകൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇനി ആ കുടുംബത്തിന് അവസ്ഥ എന്താവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 2 കുട്ടികളും വളരും തോറും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടും. ആ സാഹചര്യത്തെ അവരെങ്ങനെയാണ് നേരിടാൻ പോകുക എന്ന് കണ്ടറിയുക തന്നെ വേണ്ടി വരും. പിന്നെ സമൂഹത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ വേറെ. അതുപോലെ തന്നെ 16 പ്രസവിച്ച കുഞ്ഞിന്റെ അവസ്ഥയും എന്താവുമെന്ന് കണ്ടറിയുക തന്നെ വേണ്ടി വരും. ആലോചിക്കുമ്പോൾ തന്നെ എന്തുപോലെ ആവുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കേസിലെ പെൺകുട്ടിയുടെ മൊഴി തൽക്കാലം നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാവേണ്ടതാണ്. പെൺകുട്ടി മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം അനിയന്റെ പേരെടുത്തിട്ടതാണോ എന്നും കൂടി അറിയേണ്ടതുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ രൂപം മുഴുവനും മാറും എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം അല്ലേ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.